കിടക്കാൻ വരെയുള്ള ഒരു സ്പേസ് ഇതിൻ്റെ ബൂട്ട്സ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്സോൺ XM വേരിയൻറ്റിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ്. 2 വീഡിയോസായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് വണ്ടിയുടെ ചെറിയൊരു റിവ്യൂവും അതുപോലെ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂവും കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ റിവ്യൂയിലേക്ക് ആദ്യം കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടാറ്റ നെക്സോണിൻ്റെ ചാവി വരുന്നത്. കാണുമ്പോൾ നമുക്കിതിൽ എങ്ങനെയാണ് കീ ഇടുക എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് നമ്മൾ നിൽക്കുമ്പോഴാണ് വണ്ടിയുടെ ചാവി ഓപ്പണായി വരിക. അതുപോലെ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ ഇതിൻ്റെ വളരെ ഉപകാരപ്രദമായ ഒരു ഓപ്ഷനാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാറിപ്പോൾ ഇവിടെ നമ്മളെ ഒരുപാട് കാറുകൾ നിർത്തിയിട്ട് സ്ഥലത്താണ് നമ്മുടെ വണ്ടി ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സ്വിച്ച് നിൽക്കുമ്പോൾ വണ്ടിയുടെ ഹെഡ് ലാമ്പ് ഓണായി വരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി എവിടെയാണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഈ നെക്സോൺ BS6 XM വേരിയൻറ്റിൽ വന്ന മാറ്റം എന്നത് ഫ്രണ്ട് ബമ്പർ മാറിയിട്ടുണ്ട്, അതുപോലെ ഗ്രില്ല് മാറിയിരിക്കുന്നുണ്ട്, അതുപോലെ ബമ്പറും മാറിയിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു ഫ്രണ്ട് അടിമുടി തന്നെ മാറ്റിയിട്ടാണ് ടാറ്റ നെക്സോൺ BS6 XM മോഡൽ വരെ പുതിയതായിട്ട് പുറത്തിറക്കിയിട്ടുള്ളത്. കുറച്ചുകൂടി തടിയും അതുപോലെ കുറച്ചുകൂടി വലിപ്പവും നമുക്ക് തോന്നുന്നുണ്ട്. മറ്റേ പഴയ മോഡൽ നെക്സോൺ ആണെങ്കിൽ കുറച്ച് താണിട്ടാണുള്ളതെങ്കിൽ ഇത് കുറച്ചും കൂടി ഉയരം കൂടിയിട്ട് കുറച്ചുകൂടി നല്ലൊരു വണ്ടിയുടെ ഒരു ഫീൽ നമുക്കിത് തരുന്നുണ്ട്. കാണാൻ തന്നെ പറയുന്നൊരു ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ ഹെഡ് ലാമ്പ് മാറിയിട്ടുണ്ട്. പഴയ നെക്സോണിനേക്കാളും മാറ്റി പുതിയ വേരിയൻറ്റിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു DRL പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് വന്നിട്ടുള്ളത്. അതുപോലെ മെയിൻ ഹെഡ് ലാമ്പ് വന്നത് വൈറ്റ് കളറിലല്ല, ഓറഞ്ച് കളറിൽ തന്നെയാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പ് വന്നിട്ടുള്ളത്. അതുപോലെ മറ്റൊരു മാറ്റമെന്ന് പറയുന്നത് ഇവിടെ ഒരു ട്രൈ ആരോ രൂപത്തിലാണ് ഇവിടെ ഒരു കുറേ ലോഗോസ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഇൻഡിക്കേറ്ററിലും ട്രൈ ആരോ സിമ്പിൾസ് ഒരുപാട് വന്നിട്ടുണ്ട്. അത് ടാറ്റ നെക്സോണിൻ്റെ പുതിയൊരു മോഡലിലുള്ള മാറ്റമാണ്. അതുപോലെ നമ്മൾ സൈഡ് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു റൂഫ് വന്നിട്ടുണ്ട്. പഴയ മോഡലിനൊന്നും ഇവിടെ ഈ റൂഫ് വരുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഈ ഒരു സൈഡ് ഭാഗത്ത് കാണാനില്ല. അപ്പോൾ അതുപോലെ കഴിച്ച് നമ്മൾ ഇതിൻ്റെ പിറകുവശത്തേക്ക് വരുമ്പോൾ പിറകിലൊരു ആൻറ്റിന വെച്ചിട്ടുണ്ട്. FM-ൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ആൻറ്റിന ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ എടുത്തു പറയാനുള്ള പ്രത്യേകത എന്നത് ഈ XM മോഡലിൽ നെക്സോണിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റേ പഴയ മോഡലിൽ ഇവിടെ നെക്സോൺ എന്നൊരു പേര് വരുന്നില്ല. പുതിയതിൽ വന്ന മാറ്റമാണ്. അതുപോലെ ഇവിടെ ഒരു ഗ്രേ കളർ ഫിനിഷിങ്ങോട് കൂടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതും ഇതിൻ്റെ നല്ലൊരു പ്രത്യേക വണ്ടി എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ അടിയിലുള്ള ബമ്പറിൽ ഇതിൻ്റെ മറ്റൊരു പുതിയൊരു ആരോ ആയ ട്രൈ ആരോ മാർക്ക് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടൈൽ ലാമ്പ് 2 സൈഡിലായിട്ട് വരുന്നില്ല. ഇവിടെ മാത്രമാണ് ഇതിൻ്റെ ടൈൽ ലാമ്പ് വരുന്നത്. ഇതിൻ്റെ കുറച്ചും കൂടി കൂടിയ മോഡലിൽ ടൈൽ ലാമ്പ് വരുന്നത് ഇവിടെ നിന്ന് മുതൽ ഈ ഒരു ഭാഗം വരെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ വന്നിട്ടുള്ളത് ഈ ഒരു സൈഡിൽ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വിശാലമായൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് ഉള്ളത്. കാരണം നമുക്കൊരാൾക്ക് ഇതിൽ സുഖമായിട്ട് ഇരിക്കാം. ഒരാൾക്ക് ഇരുന്നിട്ട് വേണമെങ്കിൽ നമുക്കിതിൽ പോകാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കിടക്കാൻ വരെയുള്ള ഒരു സ്പേസ് ഇതിൻ്റെ ബൂട്ട് സ്പേസിലുണ്ടെന്നത് വളരെ വലിയൊരു പ്രത്യേകതയാണ്. ഇവിടെ നമുക്കൊരു ഹെഡ് റെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ വേണമെങ്കിൽ ഡിക്കിയിൽ ഉറങ്ങി തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഒരുപാട് സാധനങ്ങൾ നമുക്കിതിൽ വെക്കാൻ സാധിക്കുന്നതാണ്. നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് മീനൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്കിവിടെ ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ 4 നമ്മൾ സാധനങ്ങൾ വാങ്ങിയാൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണിത്. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ലാമ്പ് വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അതും ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറച്ചും കൂടി മനോഹരമാക്കി തീർക്കുന്നുണ്ട്. വേറെ ഇത് നമ്മൾ ഇതുവരെ കണ്ട കാറിലുള്ളതിനേക്കാൾ വിശാലമായൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് ഇതിനുള്ളത്. സീറ്റിന് മടക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി വളരെ വിശാലമായ സ്പേസായി നമുക്കിത് കിട്ടുന്നുണ്ട്. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ഡിക്കി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലൊരു സ്വിച്ചാണ് കണ്ടത്.
അതുപോലെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ സ്വിച്ചിൽ തന്നെ ഉണ്ട്. ഈ ഹെഡ് ലാമ്പ് ഓൺ ആക്കേണ്ട സ്വിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്കി ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഓട്ടോ ഫോൾഡിങ് മിററാണ്. നമ്മളിത് ജസ്റ്റ് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മിററും ഓപ്പണായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് കയറാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ നെക്സോൺ XMൻ്റെ പുതിയ മോഡൽ വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. വളരെ വിശാലമായ ലെഗ് റൂം ഉണ്ട്. നമ്മൾ സീറ്റ് അത്യാവശ്യം മുന്നോട്ട് വെച്ചിട്ട് പോലും നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഡോർ പാഡിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഡോർ പാഡാണ് വരുന്നത്. ലെതർ ഫിനിഷിങ് അങ്ങനെ ഒന്നുമില്ല. അതുപോലെ ഇവിടെ ഒരു ഗ്രേ കളറിൽ സിൽവർ കളറിൽ നല്ലൊരു കളർ മാറ്റി കളർ ചേഞ്ചിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 4 സ്പീക്കേഴ്സാണ് ഇപ്പോൾ നമ്മുടെ ഡോറിനുള്ളത്. ഇവിടെയും ഒരു സ്പീക്കറുണ്ട്, ഇവിടെയും സ്പീക്കറുണ്ട്. അതുപോലെ ഓരോ ഡോറിനും അതുപോലെ തന്നെയുണ്ട്. ഇനി ഇൻറ്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ മിറർ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ വണ്ടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മിറർ മാറ്റാൻ വേണ്ടി നമുക്ക് ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ലെഫ്റ്റിലെ മിററും ഈ ഒരു സ്വിച്ച് വെച്ച് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സോൺ XMൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഒരു ലക്ഷറി ഫീൽ നമുക്ക് ഇതിൽ ഇരിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ ഒരു ലക്ഷറി കാറിൻ്റെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത് 6 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്. അതുപോലെ റിവേഴ്സ് നമ്മൾ ഇടുമ്പോൾ സാധാരണ വണ്ടിയിൽ റിവേഴ്സ് ഇടുന്നത് പോലെയല്ല. നമ്മൾ ജസ്റ്റ് ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വലിക്കാം, അല്ലെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യാനൊരു സാധനം ഇവിടെയുണ്ട്. ഈ ഒരു സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്തിട്ട് വേണം റിവേഴ്സ് ഗിയർ ഇടാൻ, എങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി റിവേഴ്സ് പോവുകയുള്ളൂ. അല്ലെങ്കിൽ റിവേഴ്സ് ഇടാൻ നമുക്ക് സാധിക്കില്ല. വണ്ടി ഫ്രണ്ടിലോട്ടാണ് മൂവ് ചെയ്യുക. ഓക്കെ, അതുപോലെ നമുക്കിതിൻ്റെ ഡാഷ്ബോർഡിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഡാഷ്ബോർഡും മൊത്തത്തിലൊരു ബ്ലാക്ക് ഫിനിഷിംഗ് ആണുള്ളത്. സീറ്റ് ആയാലും അതുപോലെ ഡോർ പാഡ് ആയാലും മൊത്തം ബ്ലാക്കിലാണ് വരുന്നത്. അതുപോലെ ഈ ഒരു സൈഡിൽ മാത്രമാണ് സിൽവർ കളർ കൊടുത്തിട്ടുള്ളത്. അത് വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി വണ്ടിയുടെ ലുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഗിയർ ബോക്സും അതുപോലെ 3 മോഡുകളാണ് വണ്ടിയിലുള്ളത്. ഇക്കോ, സിറ്റി, സ്പോർട്ട് 3 മോഡിലാണ് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ സാധിക്കുക. ഇക്കോ മോഡിൽ ഓടിക്കുമ്പോൾ വണ്ടി നമ്മൾ സാധാ വണ്ടി ഓടിക്കുന്നത് പോലെയാണ് പോകുന്നതെങ്കിൽ സ്പോർട്ട് മോഡിലേക്ക് നമ്മൾ ഇടുമ്പോൾ വണ്ടി ഒരു സ്പോർട്സ് കാർ പോകുന്നത് പോലെ തന്നെ എന്ന് പറയാം. വളരെ സ്പീഡിൽ നമ്മുടെ ചെറിയ രീതിയിൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ നല്ല സ്പീഡിൽ തന്നെ വണ്ടി ഫ്രണ്ടിലോട്ട് മൂവായി പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെയുള്ള സ്വിച്ച് എന്ന് പറയുന്നത്, ഇവിടെയുള്ള സ്വിച്ച് നെക്കിയിട്ടാണ് നമ്മൾ ഡിക്കി ഓപ്പൺ ചെയ്യേണ്ടത്. ഒരുപാട് സമയം ഞാൻ ബേക്കിലുള്ള സ്വിച്ച് നെക്കിപ്പോയി. കാരണം ബേക്കിലല്ല ഇതിൻ്റെ ഡിക്കിയുടെ സ്വിച്ച് വരുന്നത്. ഈ ഒരു സ്വിച്ച് നിൽക്കുമ്പോഴാണ് ഡിക്കി ഓപ്പൺ ആവുക. അതുപോലെ ഇത് AC-യുടെ സ്വിച്ചാണ് വരുന്നത്. ഇതിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളൊന്നുമില്ല. നമ്മൾ മാനുവലി തന്നെ AC അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഹസാർഡ് ലൈറ്റിന് എവിടെയാണ് സ്വിച്ച് വരുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അത് ബ്ലൂടൂത്ത് എങ്ങനെ കണക്ട് ചെയ്യാം, അങ്ങനെയുള്ള ഒരുപാട് ഫങ്ഷൻസ്. അതുപോലെ സൗണ്ട് കൂട്ടാനുള്ള സ്വിച്ച്, അതുപോലെ ബ്ലൂടൂത്തൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത് നമുക്ക് വലിയ സിസ്റ്റമല്ല, ചെറിയൊരു സിസ്റ്റമാണ് വരുന്നത്. ഇതിൽ റേഡിയോ അതുപോലെ ബ്ലൂടൂത്തൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു 3 ഇഞ്ചിൻ്റെ എന്ന് പറയാം ചെറിയൊരു സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. മറ്റേ ഇതിൻ്റെ മുകളിലുള്ള വേരിയൻറ്റിലാണ് വലിയ 12 ഇഞ്ചിൻ്റെയും 10 ഇഞ്ചിൻ്റെയും ഒക്കെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. ഓക്കെ, അപ്പോൾ 4 പവർ വിൻഡോസാണ് നമുക്ക് ഈ വേരിയൻറ്റിന് വരുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് മറ്റൊരു സ്വിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്വിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സൈഡിലൊക്കെ കുട്ടികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളാണ് ഇരിക്കുന്നതെങ്കിൽ അവർ ഈ സ്വിച്ച് നിൽക്കിക്കൊണ്ടേ ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഈ സ്വിച്ച് നിൽക്കുകയാണെങ്കിൽ, ആ സ്വിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിച്ച് നിൽക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഡ്രൈവർ സൈഡിലുള്ളവർക്ക് മാത്രമാണ് ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ ഇത് നമ്മൾ ഈ ഒരു റെഡ് ലൈറ്റ് കത്തുന്നത് പോലെ ആക്കി കഴിഞ്ഞാൽ 4 ഡോറിലുള്ള അവിടെ ഇരിക്കുന്നവർക്ക് തന്നെ മാറ്റാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഇവിടെയാണ് ലൈറ്റ് വരുന്നത്, അതായത് LED ലൈറ്റാണ് ഇവിടെ വരുന്നത്. ഡോർ ഓപ്പൺ ആക്കുമ്പോൾ ലൈറ്റ് കത്തുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുന്നതുമാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സൺഗ്ലാസ് ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. അതുപോലെ നമ്മുടെ ഈ ഡോറിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ നമുക്ക് സാധനങ്ങൾ വാങ്ങിയാൽ തൂക്കാനുള്ള സാധനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്.
അതുപോലെ അപ്പുറത്തെ സൈഡിലും ഈ ഒരു സാധനമുണ്ട്. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഒരാൾ ഇരിക്കുന്ന കാലിൻ്റെ തൊട്ടിപ്പുറത്ത്, അതായത് ഇവിടെ ഒരു സ്വിച്ച് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടാലൊരു സ്വിച്ചാണെന്ന് തോന്നും, പക്ഷേ ഇത് സ്വിച്ചല്ല. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് താക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സാധനം വാങ്ങിയാൽ നമുക്കിവിടെ വെക്കാൻ സാധിക്കുന്നതാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിക്കിയിലും അതുപോലെ 4 ഡോറിലും അതുപോലെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് സാധനങ്ങൾ വെക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മളിതിൻ്റെ സ്റ്റിയറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ നടുക്ക് ടാറ്റയുടെ ലോഗോ വന്നിട്ടുണ്ട്. അതുപോലെ വളരെ സിമ്പിളായിട്ട് ഇതുവരെ ഓടിച്ച കാറിൽ നിന്നും വ്യത്യസ്തമായി വളരെ സിമ്പിളായിട്ടാണ് നമുക്കിതിൻ്റെ സ്റ്റിയറിങ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. ഒരു വിരൽ കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ മാറ്റാൻ സാധിക്കുന്നുണ്ട്. അത്രയും ടൈറ്റ് ഇല്ലാത്ത വളരെ ലൂസായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. അത് നമ്മുടെ ഡ്രൈവിംഗ് കംഫർട്ടബിലിറ്റി കുറച്ചും കൂടി നമുക്ക് സ്മൂത്ത് ആക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വൈപ്പറിൻ്റെ ഫങ്ഷൻസ് വരുന്നത്. നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് വലിക്കുകയാണെങ്കിൽ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇങ്ങനെ വരുന്നുണ്ട്. നല്ല ഭയങ്കര വലിപ്പമുള്ളൊരു വൈപ്പറാണ്. ഇനി ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമുക്ക് ഹെഡ് ലാമ്പും കാര്യങ്ങളും ഹെഡ്ലൈറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെയാണ് വരുന്നത്. ഇനി നമ്മളിതിൻ്റെ മീറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ മീറ്റർ ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ വണ്ടി അത് ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ 3 മോഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇക്കോ മോഡിലാണ് വണ്ടി ഉള്ളത്. നമുക്കിത് സ്പോർട്ട് മോഡ് അതുപോലെ സിറ്റി മോഡ് 3 മോഡിലേക്ക് നമുക്ക് മാറ്റി ഓടിക്കാൻ സാധിക്കും. ഇതിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ഇടുന്നതാണ്. 2 ദിവസത്തിനുള്ളിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും. അതുപോലെ ഇതിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ അടിയിൽ നമുക്ക് വലിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ താഴോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് പൊക്കാനും അതുപോലെ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് പൊക്കാനും താക്കാനും സാധിക്കുന്നതാണ്. എന്നിട്ട് നമുക്കിത് ഇവിടെ ലോക്കിട്ട് വെക്കാം. ഇനി അതുപോലെ ഗ്ലോ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര വിശാലമായ ഗ്ലോ ബോക്സാണ്. പക്ഷേ ടാറ്റയുടെ ഒരു നെഗറ്റീവായി തോന്നുന്നത് ഈ ഗ്ലോ ബോക്സ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ കാലിതിന് മുട്ടുമെന്നുള്ളതാണ്. ഈ സാധാരണ വണ്ടിയിൽ ഇത്ര പോലെ മാത്രമേ ഗ്ലോ ബോക്സ് ഓപ്പൺ ആകും. ഇത് മൊത്തത്തിൽ ഓപ്പൺ ആകുന്നുണ്ട്. അതുപോലെ ഇവിടെ 2 കപ്പ് ഹോൾഡർ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതിന് ആംറെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഹാൻഡ് ബ്രേക്ക് വരുന്നത് ഈ ഒരു സൈഡിലാണ് വരുന്നത്. കുറച്ചുകൂടി അതായത് സെക്കൻഡ് സീറ്റിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ് ഹാൻഡ് ബ്രേക്ക് വരുന്നത്. ആംറെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും ഒരു കപ്പ് ഹോൾഡറുണ്ട്. അതുപോലെ ഇവിടെ ഒരു USB പോർട്ടും അതുപോലെ ഓക്സ് കേബിളിൻ്റെ പോർട്ടും പിന്നെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടുമാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡോർ ഓപ്പൺ ആക്കുകയാണെങ്കിൽ എത്ര ഡോറാണ് ഓപ്പൺ ആയിട്ടുള്ളത് എന്ന് ഇതിൻ്റെ മീറ്ററിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഡോറാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പിറകിലെ ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ ഡോർ ഓപ്പൺ ആയതിൻ്റെ ഒരു ഫോട്ടോ നമുക്കിവിടെ ഫോട്ടോ പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ അപ്പുറത്തെ ഡോറാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇനി ഏത് ഡോറാണ് വണ്ടിയിൽ ഓപ്പണായി കിടക്കുന്നത് നമുക്കിത് കാണാൻ സാധിക്കും. അതുപോലെ ഇപ്പോൾ 4 ഡോറും ഓപ്പൺ ആയിട്ടാണുള്ളത്. ഇനി അത് അടക്കുകയാണെങ്കിൽ എല്ലാ ഡോറും അടക്കുന്നത് നമുക്ക് ഇതിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ പിറകു ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ലെഗ് റൂം എന്ന് പറയുന്നത് നല്ല വിശാലമായ ഒരു ലെഗ് റൂം തന്നെയുണ്ട്. നമുക്ക് കാല് നീട്ടി വെച്ചിരിക്കാം. ബലേനോയിലൊക്കെ കിട്ടുന്നത് പോലെ നല്ല വിശാലമായി കാലൊക്കെ നീട്ടി വെച്ചാൽ നമുക്ക് ഇതിലിരിക്കാൻ സാധിക്കും. ഏകദേശം ഇത്രത്തോളം ഒരു ചാണിൻ്റെ അടുത്ത് നമുക്ക് ലെഗ് റൂം ഇവിടെ വരുന്നുണ്ട്. നടുക്കിരിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ലെഗ് റൂം വരുന്നത്. ഇതിലും ഡോർ പാഡ് ബ്ലാക്ക് ഡോർ പാഡും അതുപോലെ ഇവിടെ ഒരു സിൽവർ കളറിലാണ് ഇതിൻ്റെ ഒരു പിടി കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ സീറ്റ് നല്ലൊരു കുഷ്യനാണ് ഇവിടെ ഉള്ളത്. ഇരിക്കാൻ തന്നെ ഒരു സോഫയിലൊക്കെ ഇരിക്കുന്ന ഫീലാണുള്ളത്. സാധാരണ വണ്ടിയുടെ സീറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ ഇത് നല്ല കുഷ്യൻസാണ്. നിങ്ങൾക്ക് പ്രസ് ചെയ്യുമ്പോൾ തന്നെ കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മൊത്തത്തിൽ സീറ്റിൽ എല്ലാ ഭാഗത്തും ട്രൈ ആരോ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ടാറ്റ പുതിയ ഈ ഒരു വേരിയൻറ്റിൻ്റെ പുതിയ സിമ്പിൾ തന്നെയാണ് സീറ്റ് എല്ലാ 4 സീറ്റിലും കൊടുത്തിട്ടുള്ളത്. ഹെഡ് റെസ്റ്റ് ഉണ്ട്, അതും നല്ല കുഷ്യനാണ്. നല്ല സ്പോഞ്ചായിട്ട് നമുക്ക് തല നല്ല രീതിയിൽ തന്നെ ഇവിടെ വെക്കാൻ സാധിക്കും. സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് നെക്സോണിൻ്റെ ഒരു ചെറിയൊരു പേരിയൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രമാണ് നമ്മുടെ നെക്സോണിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.